ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിഷ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബീഫ് അതുപോലെ പോർക്കൊക്കെ വിന്താലു വയ്ക്കുന്നത് പോലെ ഫിഷും വിന്താലു വയ്ക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഫങ്ഷനൊക്കെ ഒരു കഷ്ണമായിട്ട് റൈസിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനൊക്കെ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദശക്കട്ടിയുള്ള മീനാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. മുള്ളില്ലാതെ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ദശക്കട്ടിയുള്ള മീൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് നെയ്മീൻ, മോത, അതുപോലെ ചൂരയൊക്കെ ഉപയോഗിക്കാം. ചൂര, കേരയാണ് കുറച്ചുകൂടി നല്ലത്. കേര ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും മാംസം. പിന്നെ ചൂരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല കട്ടിയായിട്ടുള്ള മാംസമായിരിക്കും, പൊടിഞ്ഞൊന്നും പോവില്ല. അത് മുള്ള് കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം അരമണിക്കൂർ വെക്കാം. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും കറിവേപ്പില ചേർക്കുക. അതിനുശേഷം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. സവാള ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിരിക്കണം. പേസ്റ്റ് പോലെ ആവണ്ട, എന്നാലും നല്ലതുപോലെ ഒന്ന് അരയണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് മീഡിയം ഹീറ്റിൽ ഞാൻ കുക്ക് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കടുക് അരച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. സവാളയും ഒന്നുകൂടി നന്നായിട്ട് മൊരിയും. അതിനൊപ്പം കിടന്ന് ഈ അരപ്പും കൂടി നല്ലതുപോലെ മൂത്ത് കിട്ടും. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എരിവ് കുറച്ച് കുറവ് വേണ്ടവർക്ക് റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു 4 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് അറ്റം പിളർന്ന് ചേർക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടാത്തവർക്ക് ഒരു 2 പച്ചമുളക് ചേർത്താൽ മതിയാകും. എന്നിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പോരാത്തത് നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.
ഞാൻ 2 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവിക്കുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയും ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അവസാനം നോക്കിയിട്ട് പോരാത്തതൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് പാടില്ലാത്തവരുണ്ടാവും. അവർക്ക് ഇതുപോലെ മീൻ കറി വെച്ചാൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. വളരെ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ദിവസം നമുക്കിത് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് തൊട്ട് വെക്കാൻ ഗ്രേവി വേണ്ടവർക്കാണെങ്കിൽ ഈ പാകത്തിലെടുത്താൽ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയ ഗ്രേവി ഉണ്ടാവും. പിന്നെ കുറച്ച് പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കഷ്ണങ്ങൾക്ക്. അപ്പോൾ ഇത് ചോറിൻ്റെ സൈഡിൽ വെച്ച് തൊട്ട് കൂട്ടാനായിട്ട് നല്ലതാണ്. നല്ലൊരു തൊടുകറിയാണ്. മീനായതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് വിന്താലിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.